ഇത് സഹിക്കാൻ കഴിയില്ല. ഉടൻ തന്നെ ഹോർമൂസ് തുറന്നു നൽകണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ചൈന രംഗത്ത് വരികയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ചൈന നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ലോകരാജ്യങ്ങളെ ഒന്നടങ്കം അമ്പരപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് അത് തുറന്നു നൽകണമെന്ന അന്താരാഷ്ട്ര താല്പര്യത്തിനൊപ്പമാണ് തങ്ങൾ എന്ന ഒരു നിലപാടാണ് ഇവിടെ ചൈന വ്യക്തമാക്കിയിരിക്കുന്നത്. ആഗോള ഊർജ വിപണിയെ ബാധിക്കുന്ന തരത്തിലുള്ള തടസ്സങ്ങൾ പാതയിൽ ഉണ്ടാകരുത് എന്ന സന്ദേശമാണ് ചൈന ഇതിലൂടെ തന്നെ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോർമൂസ് വിഷയത്തിൽ തങ്ങളുടെ നിലപാട് ഇറാനെ നേരിട്ട് അറിയിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സുപ്രധാന വ്യാപാര പങ്കാളി എന്ന നിലയിൽ ചൈനയുടെ ഈ ഇടപെടൽ ഇറാനു മേലുള്ള നയതന്ത്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് കൂടുതലായി തന്നെ ചെയ്യുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇറാന്റെ സുരക്ഷയെയും പരമാധികാരത്തെയും ആഗോള സമൂഹം അവിടെ മാനിക്കണമെന്നും ചൈന ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനം കടന്നു പോകുന്ന പാത എന്ന നിലയിൽ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ലോകരാജ്യങ്ങൾക്ക് നിർണായകവുമാണ്. മേഖലയിൽ സംഘർഷം ഒഴിവാക്കണമെന്നും സുഗമമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കണമെന്നും ഇവിടെ ഔദ്യോഗികമായ നിലപാടാണ് ചൈന അറിയിച്ചിരിക്കുന്നത്. അതേസമയം പ്രത്യക്ഷത്തിൽ ഇറാൻ ആയുധങ്ങളൊന്നും തന്നെ നൽകുന്നില്ല, തങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് ചൈന ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും ഇറാനെ രഹസ്യമായി സഹായിക്കുന്നുണ്ട് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. അമേരിക്കയെ തകർക്കാൻ ചൈനയുടെ ചാരക്കണ്ണുകൾ ഇറാനുമേൽ അവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. TEE-01B എന്ന പേരിട്ട ഒരു ഉപഗ്രഹ ചൈനീസ് കമ്പനിയായ എർത്ത് ഐ കമ്പനി ഇത് വികസിപ്പിച്ച ഉപഗ്രഹം ഇവിടെ ഇറാൻ ഉപയോഗിക്കുന്നതായി തന്നെ സൂചനകൾ പുറത്തുവരുന്നു. കഴിഞ്ഞ വർഷം രഹസ്യമായി സ്വന്തമാക്കിയ ചൈനീസ് നിർമ്മിത ഉപഗ്രഹം ഉപയോഗിച്ചാണ് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ ഇറാൻ നിരീക്ഷിച്ചതെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. മാത്രമല്ല ആദ്യമായി തന്നെ ചൈന ഈ ഉപഗ്രഹം വിക്ഷേപിച്ചതിന് ശേഷം ഇത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എയറോസ്പേസ് ഫോഴ്സിലേക്ക് കൈമാറുകയാണ് ചെയ്തത്. അമേരിക്കൻ സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും കണ്ടെത്താൻ ശേഷിയുള്ള അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ ചൈനയിൽ നിന്ന് ഇറാൻ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിയ ശേഷം മാത്രം അവിടെ ഉടമസ്ഥ അവകാശം കൈമാറുന്ന ഒരു രീതിയാണ് ഇതിനുള്ളത്. ഇതുവഴി ചൈനയ്ക്ക് തങ്ങളുടെ പങ്കാളിത്തം രഹസ്യമായി തന്നെ വെക്കാൻ സാധിക്കുകയും നിരീക്ഷണ കേന്ദ്രങ്ങളായി സൗദി അറേബ്യയിലെ ഫ്രിൻസ് സുൽത്താൻ എയർബേസ്, അതുപോലെ ജോർദാനിലെ മുവാഫക് സലാറ്റി എയർബേസ്, ബഹ്റിനിലെ US 5ാം ഫീറ്റ് ആസ്ഥാനം എന്നിവിടങ്ങളിലെ ദൃശ്യങ്ങളടക്കം ഈ ഉപഗ്രഹം ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പകർത്തിയതായിട്ടാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല മാർച്ച് 13, 14, 15 തീയതികളിൽ ഉപഗ്രഹം നൽകിയ വിവരങ്ങൾക്ക് പിന്നാലെ തന്നെ അമേരിക്കൻ താവളങ്ങളിലും ആക്രമണം ഉണ്ടായതായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നാശനഷ്ടങ്ങൾ സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വാണിജ്യ സഹായമായി ബോയിങ് ആസ്ഥാനമുള്ള എംപോസാറ്റ് എന്ന ഒരു കമ്പനിയുടെ ഗ്രൗണ്ട് സ്റ്റേഷനുകൾ ഉപയോഗിക്കാനുള്ള അനുമതി പോലും IRGCക്ക് ലഭിച്ചിരുന്നതായും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.